ഉണ്ടാവില്ലേ? നമ്മുടെ മാതാവിന് ഒരു സന്തോഷം വന്ന സ്വാഭാവികമായിട്ട് നമ്മൾ സന്തോഷിക്കും. ആഘോഷിക്കണോ? ഓ തീർച്ചയായിട്ടും ഒരിക്കലും നിർത്താൻ പാടില്ല. യഥാർത്ഥത്തിൽ നസ്വാറാക്കളാണ് ജന്മദിനാഘോഷം എന്ന ഏർപ്പാട് ലോകത്ത് കൊണ്ടുവന്നത്. ഒരാളുടെയും ജന്മദിനമോ ചരമദിനമോ ആഘോഷിക്കാൻ ആചരിക്കാൻ ഇസ്ലാം പഠിപ്പിച്ചിട്ടേയില്ല. ഒരാളുമില്ല. ജൂത ക്രൈസ്തവരാണ് അത്തരം രീതികളൊക്കെ കൊണ്ടുവന്നത്. അല്ലാഹുവിന്റെ ദീനിൽ അങ്ങനത്തെ രീതിയേ ഇല്ല. എത്ര അമ്പിയാക്കൾ ലോകത്ത് കഴിഞ്ഞു പോയി. നമ്മൾ എന്താ ക്രിസ്മസ് ആഘോഷിക്കാത്തത്? ഓയിലൊക്കെ മാറ്റിയേക്ക. അല്ലാഹുവിന്റെ മോനാന്നും പറയണ്ട, അതൊന്നും പറയണ്ട. അല്ലാഹുവിന്റെ നബിയാന്ന് മാത്രം വിശ്വസിച്ച് ഡിസംബർ 25 നമുക്ക് എന്താ ആഘോഷിച്ചു? അങ്ങനെയാണെങ്കിൽ ന്യായം പറഞ്ഞിട്ട് നമ്മൾ ക്രിസ്ത്യാനി ചെയ്യണം ചെയ്യേണ്ട. ആ ഹറാമക്കൾ ഒഴിവാക്കി, ആ ശിർക്കൊക്കെ ഒഴിവാക്കി. ഈ സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ നമുക്ക് ഉറപ്പാണല്ലോ, നമ്മൾ സ്നേഹിക്കുന്നുണ്ടല്ലോ. ഡിസംബർ 20 നമ്മൾ കുറച്ചാൾ കൂട്ട് നമ്മളെ വക ഒരു സുന്നി ക്രിസ്മസ് എന്നുണ്ടായാൽ നിങ്ങളടക്കം എന്താ പറയാ? എന്താ പത് ചോദിക്കൂലേ? അപ്പൊ അതന്നെ ഒരു സഹോദരൻ ഈ വിഷയത്തിലും ഉള്ളത്. ന്യായം നമുക്ക് ഏതിനും പറയാം. ഒരാൾ പുതിയ നിസ്കാരം ഉണ്ടാക്കി, ന്യായം പറഞ്ഞൂടെ? നേരത്തെ ഹിജ്റ ആഘോഷം ഉണ്ടാക്കി, ന്യായം പറഞ്ഞൂടെ? ഏതും ന്യായം പറയാം. പക്ഷെ ആ ന്യായം മതം അംഗീകരിക്കുന്നുണ്ടോ ഇല്ലേ? അതാണ് പ്രധാനം.